എൻ്റെ പേര് അനുരാജ്. ഇതെൻ്റെ ഫാമിലി. എൻ്റെ വൈഫ് സുജു, അമ്മ, എൻ്റെ 2 പിള്ളേർ വേദ്, റിയ. ഞങ്ങൾ DLFൽ ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് ഏകദേശം 1 വർഷം മുമ്പാണ്. ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യം ആലോചിച്ച് തുടങ്ങിയത്. യൂട്യൂബിലും ഓൺലൈനുമായിട്ട് ഒരുപാട് സെർച്ച് ചെയ്തു. ഒരുപാട് കമ്പനീസ് ഇൻറ്റീരിയേഴ്സിന് വേണ്ടി ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് ഫൈനലി ഞങ്ങൾ കാസിൽ സ്റ്റോണിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ലിവിംഗ് റൂമിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എല്ലാം സിമ്പിളും ആയിരിക്കണം, എന്നാൽ എലഗൻ്റ് ആയിരിക്കണം, കുറച്ചൊരു ക്ലാസി ഫീലിംഗ് വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ പൂജ സ്പേസിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ ഒത്തിരി വർക്ക്സ് ഒന്നും വേണ്ട, നോർമലി കാണുന്നത് പോലെ സിമ്പിളായിട്ടൊരു യുണീക്ക് സ്പേസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരോട് അതുപോലെ തന്നെ കുറച്ച് ക്ലാസിക് ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രത്തൻ വർക്കിൽ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ അത് നല്ല നീറ്റായിട്ട് നല്ല എലഗൻ്റായിട്ട് നമ്മുടെ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് അവർ ചെയ്ത് തന്നു. കൂടുതലൊരു ബ്ലോക്ക് പെയിൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാൾ ഡെക്കറേഷൻസ് ആണ് ഫോക്കസ് ചെയ്തത്. അവരുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അവരുടെ ഫ്ലെക്സിബിലിറ്റിയാണ്, പിന്നെ അവരുടെ ഡിസൈൻ ക്വാളിറ്റി, പിന്നെ അവരുടെ പേഷ്യൻസ് ലെവൽ. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റിലേക്ക് അവരുടെ എഫർട്ട് ഇട്ടിട്ടാണ് അവർ ഞങ്ങൾക്കൊരു ഡിസൈൻ ഫൈനലൈസ് ചെയ്ത് തന്നത്. ഒത്തിരി അക്കോമഡേറ്റീവ് ആയിരുന്നു അവർ. മീൻസ് കാസിൽ സ്റ്റോണിൻ്റെ പ്രത്യേകിച്ച് അഖിൽ ആൻഡ് കുര്യാക്കോസ്. ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റോറേജ് ഒരു പ്ലാൻഡ് ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ബെഡ്റൂമിലും വാർഡ്രോബ് സ്പേസിന് നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ പ്രോസസ്സിൽ റൈറ്റ് ഫ്രം ഡിസൈൻ തുടങ്ങി നമുക്ക് ഇത് കംപ്ലീഷൻ കിട്ടുന്നത് വരെ അവരുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൊഫഷണലായിരുന്നു. നമ്മുടെ എന്ത് സജഷൻസും അവർ അക്കോമഡേറ്റ് ചെയ്യുമായിരുന്നു. അവരുടെ എന്താ പറയുക സജഷൻസും കൂടി തരുമായിരുന്നു. പിന്നെ കിച്ചണിലാണെങ്കിലും നമ്മൾ സ്റ്റോറേജിന് വേണ്ടിയിട്ട് മീൻസ് എക്സ്ട്രാ ഒരു സാധനങ്ങളും കാണരുത് എന്നുള്ളതിൻ്റെ റിക്വയർമെൻറ്റ് വെച്ചിട്ട് അവർ ഷട്ടേഴ്സ് ആണെങ്കിലും പിന്നെ നമുക്ക് പുൾ ഔട്ട്സ് ഒക്കെ ആണെങ്കിലും അവർ നമ്മുടെ ആ ഒരു പ്രയോറിറ്റിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്ത് തന്നു എല്ലാം. ഫൈനലി നമ്മൾ ഇവിടെ നമ്മുടെ ഹൗസ് വാമിങ്ങിന് വന്ന് അല്ലെങ്കിൽ അതിന് വേണ്ടി റെഡിയായി വന്നപ്പോൾ നമ്മളിത് കണ്ടപ്പോൾ വി വർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് കാസിൽ സ്റ്റോൺ ഹാസ് ഡൺ ഫോർ അസ്. എന്താ പറയുക, നമ്മൾ മനസ്സിലാഗ്രഹിച്ചതുപോലെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത്. സോ ഐ വുഡ് റെക്കമെൻഡ് കാസിൽ സ്റ്റോൺ ടു എനിവൺ എൽസ് ഹു ഈസ് ലുക്കിംഗ് ഔട്ട് ഫോർ ഇൻറ്റീരിയർ സൊല്യൂഷൻസ്.